Hey YouTube, what's up everybody? Motul 7100 fully synthetic oil review ചെയ്യാൻ പോകുന്നത്. ഇത് 10W40 ഗ്രേഡ് ആണ്. ഇത് നിങ്ങളുടെ ബൈക്കിന് അനുസരിച്ച് ഗ്രേഡ് വ്യത്യാസം വരും. നിങ്ങൾക്ക് ഇത് ബൈക്കിന്റെ മാനുവൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ സെർച്ച് ചെയ്താലും മതി, ഗൂഗിളിൽ കിട്ടും. 2 ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്, ഓരോ ലിറ്ററിന്റെ. ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 820 രൂപയാണ്. ഇതിന് ഇത് MA2 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ JZT സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, പിന്നെ API-SN സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഇൻഫർമേഷൻ കൂടി ഉണ്ട്. നിങ്ങൾ മോട്ടിലിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇത് ഒറിജിനൽ ആണെന്നോ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. ഡ്രെയിൻ ബോൾട്ട് അഴിച്ചിട്ട് ഓയിൽ ഡ്രെയിൻ ചെയ്യാം. ഇനി ഓയിൽ ഫിൽറ്ററിന്റെ ഈ നട്ടുകളൊക്കെ കഴിക്കാം. 8 ടീ ആണ്. ഓക്കെ, ഈ ടീ വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ഓയിലിന്റെ പാൻ ഇവിടെ വെക്കുക. ഇതിന്ന് ഓയിൽ വരും, കാരണം ഇവിടെയും ഓയിൽ നിറയണ സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ഓയിൽ ഫിൽറ്റർ. ഓക്കെ, തിരിച്ച ബോൾട്ടൊക്കെ പ്ലേസ് ചെയ്യുക. പ്രഷർ വാഷറാണ്, നമുക്ക് തിരിച്ച് ഇടാം. ഇനി ടൈറ്റ് ചെയ്യാം. എഞ്ചിൻ ഓയിൽ ഒഴിക്കാം. ഇതിൽ കൂടെ നോക്കുക, ഓയിൽ ഏകദേശം സെൻറ്ററായി നിൽക്കുന്നുണ്ട്. നമ്മൾ ക്യാപ്പ് അടയ്ക്കണം. ക്യാപ്പ് ഇട്ടിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി ഓഫ് ചെയ്തു. ഇപ്പൊ ലെവല് നോക്ക്, ഓയില് ഒന്നും കാണാനില്ല. അപ്പൊ നമ്മൾ ഇനിയും കുറച്ചുകൂടെ ഓയിൽ ഫില്ല് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഓയിൽ പമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി സമ്മിക്ക് വരുന്നതിന് മുമ്പ് ഓയിൽ ഫിൽറ്ററിലേക്ക് പോകും. അപ്പോൾ ഓയിൽ ഫിൽറ്ററിൽ കുറച്ച് തങ്ങി നിൽക്കും. അപ്പോൾ നമ്മൾ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വേണം. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഒന്നുകൂടെ ഓയിൽ ലെവൽ നോക്കിയിട്ട് വേണം നമ്മൾ വണ്ടി ഓയിൽ ഫില്ലിങ് നിർത്താൻ. അപ്പോൾ ഓയിൽ ഏകദേശം സെൻറ്ററിൽ നിൽക്കുന്നുണ്ട്. നമ്മൾക്കെല്ലാം തിരിച്ച് ഇടാം. ഓക്കെ, നമ്മളിത് ടൈറ്റ് ചെയ്തു, ഇതിട്ടു, ഓയിൽ ലെവൽ കറക്റ്റാക്കിയിട്ടുണ്ട്. നമ്മളിതിൽ കൂടെ നോക്കിയിട്ട് വേണം ഓയിൽ ഒഴിക്കാൻ, മറക്കരുത്. നമ്മളിപ്പോൾ മിനിമത്തിൻ്റെ മാക്സിമത്തിൻ്റെ നടുക്കിൽ ഓയിൽ വരണ പോലെ ഈ 2 ലൈനിൻ്റെ ഇടയിൽ ഓയിൽ വരണ പോലെ വെച്ചാൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് ഈ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷമുള്ള ഉണ്ടായ ചേഞ്ച് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ആ ഓയിൽ ഉപയോഗിച്ചിട്ട് ഏകദേശം 100 കിലോമീറ്റർ ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ കോൾഡ് സ്റ്റാർട്ട് നല്ല രീതിക്ക് സ്മൂത്തായി. അതായത് ഇപ്പോൾ ലാഗൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വണ്ടി ക്രാങ്ക് ആവുന്നുണ്ട്. പിന്നെ അടുത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ചുകൂടെ റവ് ഹാപ്പിയായി. വൈബ്രേഷനൊക്കെ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ചുകൂടെ റിഫൈൻഡായി മൊത്തത്തിൽ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ. ഗിയർ ഷിഫ്റ്റൊക്കെ കുറച്ചുകൂടെ സ്മൂത്താണ്, നല്ല ബട്ടർ സ്മൂത്താണ് ഇപ്പം ഓയിൽ ഉപയോഗിച്ചതിനുള്ള ശേഷമുള്ള ചേഞ്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം നല്ല വ്യത്യാസമുണ്ട് മറ്റുള്ള ഓയിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള വാല്യൂ ഫോർ മണി എന്തായാലും ഉണ്ട്. വാല്യൂ ഫോർ മണിക്കുള്ള നല്ലൊരു ഓയിലാണ് റെഗുലർ യൂസിന്. അപ്പോൾ ഗൈസ്, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം.